പ്രേമമെന്ന് പറയുന്നത് അന്ധതയാണ്. മഹാന്മാർ പറയും കണ്ണ് കാണില്ല. അതുകൊണ്ടാണ് നൂറുകണക്കിന് ആളുകൾ ചെവിയിൽ ചെന്ന് 1000 തവണ പറഞ്ഞു കൊടുത്താലും ആ പ്രേമബദ്ധരായ ചെറുപ്പക്കാരികൾ കോടതി വരാന്തകളിൽ ബോധം കെട്ട് വീഴുന്ന ഉമ്മമാരുടെ സീനുകൾ 1ഉം 2ഉം 10ഉമല്ല നമ്മുടെ കേരളം കണ്ടത്. എത്രയാണ് ഉൽമാക്ക് സഹിക്കാൻ കഴിയോ ഇത്? അതും ജാതിയും മതവും സംസ്കാരവും നോക്കാതെ തോന്നിവാസം ചെയ്യുന്ന ആളുകളുടെ കൂടെ എനിക്ക് അവൻ മതി എന്ന് പറഞ്ഞ് നമ്മുടെ 1ാം നമ്പർ കുട്ടികളായി പോകുന്നത്. എന്റെ സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ചേ പറ്റൂ. ദുആ ചെയ്താൽ മാത്രം ഉത്തരമാവില്ല, നമ്മൾ പ്രവർത്തിക്കണം, നമ്മൾ ഇടപെടണം. ദീനിന്റെ ശറഅന്റെ നിയമം ഇനി ഒരിക്കലും തലകുനിച്ച് നടക്കേണ്ട അവസ്ഥ വരാതെ, ഇനി ഒരിക്കലും സങ്കടപ്പെടേണ്ടതില്ലാത്ത വിധം നമ്മൾ സംസ്കരിച്ചെടുക്കാൻ അള്ളാഹുവിന്റെ നിയമമാണിത്. ഇത് നമ്മുടെ നാടുകളിൽ നടപ്പാക്കിയേ പറ്റൂ. സംസ്കാരമുള്ള മനുഷ്യത്വമുള്ള മുഴുവൻ ആളുകളും ഈ ആശയത്തോട് യോജിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. നമ്മുടെ നാട് ശുദ്ധമാവണം, മലിനമാവരുത് നമ്മുടെ ചിന്തകൾ. നമ്മുടെ കണ്ണ് മലിനമാവല്ലേ, നമ്മുടെ കാത് മലിനമാവല്ലേ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തിലാണ് ഈ വിഷയങ്ങളൊക്കെ ഉണർത്തിയത്. പ്രവാചകരെ, നബിയേ, കുല്ലിൽ മുഅ്മിനീന യഗുല്ലൂ മിൻ അബ്സാരിഹിം, സത്യവിശ്വാസികളോട് പറയൂ നബിയെ, അവരവരുടെ കണ്ണുകൾ ചിമ്മണമെന്ന്. വയഹ്ഫദൂ ഫുറൂജഹും, അവരുടെ ജനനേന്ദ്രിയങ്ങൾ സൂക്ഷിക്കണമെന്നും പറഞ്ഞു കൊടുക്കൂ നബിയെ. കണ്ണ് സൂക്ഷിക്കാത്തവർ വ്യഭിചാരത്തിൽ ചെന്ന് ചാടും. ഉറപ്പാണ്. കണ്ണുകൊണ്ട് ഹറാം കാണുന്നവരെ, കണ്ണുകൊണ്ട് ഹറാമായ വീഡിയോ കാണുന്നവരെ ജീവിതത്തിൽ വ്യഭിചാരത്തിൽ ചെന്ന് ചാടിയിരിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു മാപ്പ് തരട്ടെ. അഫല്ലാഹു അമ്മാ സലഫ്, ജീവിതത്തിൽ കഴിഞ്ഞുപോയ മഹാപാതകങ്ങൾ അല്ലാഹു നമ്മൾ ഓരോരുത്തർക്കും പുറത്തു തരട്ടെ, മാപ്പാക്കി തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗുരുതരമായ ഈ തിന്മയെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഹലാലാണെങ്കിൽ തന്നെ. ഇമാം സുയൂത്തി തങ്ങൾ പറഞ്ഞു, ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ശാരീരികമായ ബന്ധം ഹലാൽ, അതിന് കൂലിയുണ്ടെന്നാണ്. കൂലിയുണ്ട്. പ്രവാചകർ തങ്ങളോട് ഒരു പറ്റം പാവപ്പെട്ട മുസ്ലിമീങ്ങൾ വന്ന് പറഞ്ഞു, നബിയേ, മുതലാളിമാര് എല്ലാ കൂലിയും കൊണ്ടുപോയല്ലോ നബിയേ, മുതലാളിമാരെല്ലാ പ്രതിഫലവും കൊണ്ടുപോയല്ലോ. മുതലാളിമാര് കൊണ്ടുപോയി. അവരെ നിസ്കരിക്കുന്നു ഞങ്ങളും, അവര് നോമ്പ് നോൽക്കുന്നു ഞങ്ങളും. പക്ഷേ മുതലാളിമാർ സ്വതക്ക ചെയ്യുന്നു നബിയെ, ഞങ്ങൾക്ക് ദാനധർമ്മങ്ങൾ ചെയ്യാൻ കാശില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ബാക്കിലാകുന്നു, മുതലാളിമാർ മുമ്പിലാകുന്നു. ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കും വകുപ്പുണ്ട്. എല്ലാ സുബ്ഹാനല്ലാഹും ദാനമാണ്, എല്ലാ അൽഹംദുലില്ലയും ദാനമാണ്, എല്ലാ അല്ലാഹു അക്ബറും ദാനമാണ്, എല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹും ദാനമാണ്. വഴിയിൽ നിന്നൊരു തടസ്സം, ഒരു മുള്ള്, ഒരു കുപ്പിച്ചില്ല്, ഒരു കല്ല് റോട്ടിൽ നിന്ന് എടുത്തു മാറ്റുന്നതും ദാനമാണ്. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു, നന്മ കൊണ്ട് കൽപ്പിക്കലും തിന്മ വിരോധിക്കലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ദാനമാണ്. പിന്നെ പറഞ്ഞു, വഫീ ബുദുഗി അഹദികും സദഖ, നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ഭാര്യമാരെ സമീപിക്കുന്നതിലും കൂലിയുണ്ട്. സ്വഹാബികൾ, പൊന്നാര നബിയെ, അവനവന്റെ വൈകാരികമായ ആഗ്രഹങ്ങള്, അവനവന്റെ ശാരീരികമായ ആഗ്രഹങ്ങള് സ്വന്തം ഭാര്യയിൽ നിർവഹിക്കുന്നതിന് കൂലിയോ? തങ്ങൾ ചോദിച്ചു, നിങ്ങൾ പറ, ഇൻ വലഅഹാ ഫീ ഹറാമിൻ അകാന അലൈഹി വിസ്ർ, ആ വൈകാരികമായ ആഗ്രഹം അവനൊരു ഹറാമിൽ നിർവഹിച്ചാൽ അവന് കുറ്റമുണ്ടോ? വ്യഭിചാരം ചെയ്താൽ ശിക്ഷയുണ്ടോ, കുറ്റമുണ്ടോ? ഉണ്ട് നബിയെ. എന്നാൽ അതുപോലെയാണ് അവൻ ഹലാലിൽ നിർവഹിച്ചാൽ അവന് കൂലിയുമുണ്ട് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ശാരീരിക ബന്ധം ഹലാലായത്, കൂലിയുള്ളത്, ധാരാളമായി ചെയ്യുന്നത് യൂരിസുൽ ഫാലജ, ശരീരമാസകലം തളർന്നു പോകുന്ന അസുഖം വരാൻ കാരണമാണെന്ന് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ കിതാബിൽ പറയുന്നുണ്ട്, നുസ്ഹത്തുൽ മുതഅമ്മിലിൽ. ഇമാം സുയൂത്തി തങ്ങള് അതുമാത്രമല്ല, അമിതമായ ഈ ബന്ധം ഖദ് യുഅമി, മനുഷ്യന്റെ കണ്ണിന്റെ കാഴ്ചയെ നഷ്ടപ്പെടുത്തുമത്രേ. മൂന്നാമതായി, നരബാധ വളരെ പെട്ടെന്ന് വരുമത്രേ. ഹലാലിൽ തന്നെ സംഭവിക്കുന്നത്, അത് ഹറാമിലാണെങ്കിലോ? റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്ന ഈ വിഷയം ഇമാം സുയൂത്തി തങ്ങളത് സ്വഹാബികളുടെ താബിഈങ്ങളുടെ അസറുകളാണ് ഉദ്ധരിക്കുന്നത്. അതുമാത്രമല്ല, മനുഷ്യന്റെ വൈകാരികമായ ആഗ്രഹങ്ങൾ
ആവശ്യമുള്ള സമയത്ത് മനുഷ്യ ശരീരത്തിന്റെ ഒരു സിഗ്നൽ ഉണ്ടാകുന്ന സമയത്ത് നിർവഹിക്കേണ്ടത് അനാവശ്യമായി കാഴ്ചകളിലൂടെ നിരന്തരമായും വിചാരത്തിലേക്ക്, തിന്മയിലേക്ക്, അല്ലെങ്കിൽ ഹലാലാവട്ടെ ഹലാലിലേക്ക് ഒരു മോട്ടിവേഷൻ ഉണ്ടാകാൻ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ കാണിച്ചു കൂട്ടുന്ന ഈ കോപ്രായത്തരങ്ങള് നമ്മൾ ആലോചിക്കുന്നുണ്ടോ? അത്തരം രീതിയിൽ നിരന്തരമായ വൈകാരികമായ ഈ സംഭവം നടക്കുന്നത് പോലും അവരുടെ മെമ്മറി നശിപ്പിക്കുമത്രേ. അത് മാത്രമല്ല, മനുഷ്യന്റെ ജോയിന്റുകളിൽ വേദനയും മനുഷ്യന്റെ ആരോഗ്യത്തിൽ ക്ഷയവും സംഭവിക്കുമത്രേ. ഹലാലാണെങ്കിൽ തന്നെ, പിന്നെ ഹറാമാണെങ്കിലോ നമ്മൾ അറിയണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാറ്റിലും ഒരു അതിര് പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാറ്റിനും നിയന്ത്രണം വേണം. എത്രയോ ആളുകളുടെ ശരീരത്തിൽ അവശതയുണ്ടാവാൻ ഈ ഹലാല് തന്നെ കാരണമായിട്ടുണ്ടത്രേ. അത് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, വ്യഭിചാരത്തിന്റെ പിന്നാലെ ഓടിപ്പോകുന്ന ആളുകൾ അറിയുന്നുണ്ടോ, അവർക്കൊരിക്കലും അല്ലാഹു മനസ്സമാധാനം നൽകുകയില്ലെന്ന്. എങ്ങനെ? ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും അവന്റെ ഭാര്യമാരാണെന്ന് വിചാരിക്കുക, ഒരു പെണ്ണൊഴികെ. സങ്കല്പിക്കുക, ലോകത്തെ എല്ലാ പെണ്ണുങ്ങളും ഒരാളുടെ ഭാര്യയാണെന്ന് വിചാരിക്കുക, ഒരു പെണ്ണൊഴികെ. ഈ മനുഷ്യൻ വിചാരിക്കുമത്രേ, ആ പെണ്ണിലായിരിക്കും എന്റെ ആഗ്രഹം പൂർത്തിയാവുന്നത്. ഇങ്ങനെ നിരന്തരമായ ആർത്തിയും ദാഹവും മനുഷ്യന്റെ മനസ്സിനെ പിടികൂടുന്നുണ്ട്. ഇതിന്റെ പിന്നാലെ നടന്നാൽ മനുഷ്യന് എന്തെങ്കിലും ഒരു നന്മ ചെയ്യാനൊക്കുമോ? ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ മനോഹരമായി നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധം നൽകട്ടെ. അന്നത്തെ ഭരണാധികാരികളിൽ മുതവക്കിൽ എന്നൊരു ഭരണാധികാരിയുടെ കഥയുണ്ട്. അദ്ദേഹം ഹിജ്റ 247 വഫാത്തായ മുതവക്കിൽ ജഅഫർ ബിൻ മുഅ്തസിം എന്നാണ് അയാളുടെ പേര്. അവിടെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, അയാളുടെ മകൻ മുൻതസിറാണ് ഒരുപാട് ആളുകളെ സഖ്യം ചേർന്ന് പിതാവിനെ കൊന്നത്. ആ പിതാവ് മരിച്ച് 5.5 മാസം കഴിഞ്ഞപ്പോ ആ പിതാവിനെ കൊന്ന അതേ കൂട്ടുകാർ ഈ മകൻ അൽ മുൻതസിറിനെ വധിക്കുകയാണ് ഉണ്ടായത്. അപ്പോ മരണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ മുൻതസിർ പറഞ്ഞു, ഖസിർതു ദുനിയ വൽ ആഖിറ. വാപ്പാനെ കൊന്നത് അധികാരം കിട്ടാനാ, ആ എന്നെ കൊന്നിപ്പോ എനിക്കത് കിട്ടിയില്ലല്ലോ. ഖസിർതു ദുനിയ വൽ ആഖിറ, ഈ ലോകത്ത് എനിക്ക് അധികാരവും ലഭിച്ചില്ല, എന്റെ പിതാവിനോട് അക്രമം ചെയ്തതിൽ പിന്നെ എന്റെ പരലോകവും നഷ്ടപ്പെട്ടു, ദുനിയാവും കിട്ടിയില്ല, ആഖിറും കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു മരിച്ച ആളാണ് അൽ മുൻതസിർ, ഈ മുതവക്കിലിന്റെ മകൻ. ഈ മുതവക്കിൽ എന്ന് പറഞ്ഞ ആൾ, അൽ മുതവക്കിൽ ഭരണാധികാരിയാണ്, ജഅഫർ അൽ മുഅ്തസിം. അയാൾ ഒരു ദിവസം വരുന്നുണ്ട്. ഖറജ മറത്തൻ വഹുവ വാജിം. അല്ലാമ ഇബ്നുൽ ജൗസി ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം വളരെ ഖിന്നനായി ദേഷ്യപ്പെട്ടു വരുന്നുണ്ട്. അപ്പൊ ആളുകൾ ചോദിച്ചു, അല്ല എന്തു പറ്റി? അയാൾ പറഞ്ഞു, എന്റെ അടിമ സ്ത്രീകളിൽ 120 പേർ എന്റെ കൊട്ടാരത്തിലുണ്ട്, പക്ഷെ എനിക്ക് ആരും പിടിക്കണില്ല. സുന്ദരിമാരായ 120 കോൺക്യുബൈൻസ്, അടിമ സ്ത്രീകൾ തന്റെ അധികാരത്തിലുണ്ടായിരിക്കെ അടിമ സ്ത്രീകളെ ഒരു ഭാര്യയോടെന്ന വിധം ഇടപഴകാൻ ശർഅ് അനുവദിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പൊ അടിമ സമ്പ്രദായം ലോകത്തില്ല. 150 വർഷം മുതൽ, മിനിമം 150 വർഷം മുതൽ ലോകത്ത് പാടെ നിർമാർജനം ചെയ്യപ്പെട്ടു പോയൊരു സംഭവമാണത്. മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇനി ആഗ്രഹിക്കാൻ നിൽക്കണ്ട ചെറുപ്പക്കാരൊന്നും. 120 ആളുകൾ, മുതവക്കിലിന്റെ കഥ പറയാൻ, 120 പെൺകുട്ടികൾ തന്റെ കൊട്ടാരത്തിൽ തനിക്ക് ഹലാലായവരുണ്ടായിട്ട് എന്താ ഇങ്ങനെ മുഖം ഖിന്നനായിട്ട് ദേഷ്യപ്പെട്ട് വരുന്നു എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്, മാ ഫീഹിന്ന വാഹിദത്തുൻ തത്ലുബുഹാ നഫ്സി. 120 ഫിദ്ദാരി 20 വ 100 ജാരിയ, 120 ചെറുപ്പക്കാരി പെൺകുട്ടികളുണ്ട്. മാഫിഹിന്ന വാഹിദ തത്ലുബുഹാ നഫ്സി, എന്റെ ശരീരം ഇഷ്ടപ്പെടുന്ന ഒരാളും ഇപ്പൊ അതിലില്ല. അവരുമായൊക്കെ ശയനം കഴിഞ്ഞിട്ട് മടുത്തിട്ട് എനിക്ക് അവരെ ഇനി വേണ്ട എന്ന് 120 ആളുകളെ വിഭജിക്കുന്നവന്റെ അവസ്ഥ ഇതാണ്. പ്രേമത്തിന്റെ കഥ ഇതാണ്. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്. ഒരുത്തിയെ കണ്ടാൽ അവളുടെ കൂടെ, അവളെ കഴിഞ്ഞാൽ പിന്നെ തോന്നും അവൾക്ക് എന്തോ കുഴപ്പമുണ്ട്. ആദ്യ നോട്ടത്തിൽ പ്രേമം തലയിൽ കയറുമ്പോൾ ആർക്കും ഒരാളിന്റെ കുഴപ്പം കാണില്ല, എല്ലാം നന്മയാ കാണുക. ആ തിന്മയെങ്ങാനും സംഭവിച്ച ആ നിമിഷം മുതൽ ഹൃദയത്തിനുള്ളിൽ അല്ലാഹു വെറുപ്പ് കൊടുക്കും. ഹൃദയത്തിനുള്ളിൽ ചിന്ത വരും, ഞാനിപ്പോ എന്താ ചെയ്തത്, അവള് പോരല്ലോ. അടുത്ത ആളെ ചെല്ലും, അവള് പെർഫെക്റ്റ് ആണ് എന്ന് വിചാരിക്കും, അവളും പെർഫെക്റ്റ് അല്ല. അടുത്ത ആള് ഇങ്ങനെ മാറി 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 ഒരു മനുഷ്യൻ ഖബറിലേക്ക് എത്തുന്നവരെ മനുഷ്യൻ ഓടി നടന്നാലും തീരാത്ത ഒരു അത്ഭുതകരമായ പ്രതിഭാസമാണ് നമ്മുടെ ശരീരത്തിൽ വികാരം എന്നത്.
അതിനെ നിയന്ത്രിക്കാനാ ശറഅ് പറഞ്ഞത്. നിന്റെ ഭാര്യ അവൾ ഒരാൾ മതി നിന്റെ ശാരീരിക ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാൻ. ഒരാൾ മതി. നിനക്ക് തോന്നുന്നു ലോകത്തെ എല്ലാ പെണ്ണുങ്ങളും വേണം, എന്നാൽ ഒരു പെണ്ണ് അവിടെ ബാക്കി നിൽക്കട്ടെ, നീ പറയും ഇവരൊന്നും പോരാ, എനിക്ക് അവളാ വേണ്ടിയിരുന്നത് എന്ന്. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. എന്നിട്ടാണോ നമ്മൾ പ്രേമത്തിന്റെ പിന്നാലെ ഓടുന്നത്? ഹലാല് കൊണ്ട് ഐശ്വര്യം കണ്ടെത്ത സഹോദര, ഹലാല് അല്ലാഹു ഹലാല് തന്നിട്ടില്ലേ? വിവാഹിതരാവ്. അതുകൊണ്ടാ നിക്കാഹിന്റെ സദസ്സിലൊക്കെ പറയും, യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്. എല്ലാ യുവാക്കളും നിക്കാഹ് കൊടുക്കാൻ കഴിയുന്നവരെ, സ്വന്തം ഭാര്യയ്ക്കും തനിക്കും ഭക്ഷിക്കാനുള്ള വകയുണ്ടെങ്കിൽ കല്യാണം കഴിച്ചേക്കണം. നമ്മൾ പറയും ഗൾഫ് പോകട്ടെ, നമ്മൾ പറയും വീട് വെക്കട്ടെ, നമ്മൾ പറയും വാഹനം വാങ്ങിക്കട്ടെ, നമ്മൾ പറയും ആ ബിസിനസ് ഒന്ന് ആരംഭിക്കട്ടെ. അല്ല, അത്രയും ഗ്യാപ്പിൽ തിന്മകളിലേക്ക് പോകാനുള്ള ടെൻഡൻസി വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മുതവക്കിൽ വധിക്കപ്പെട്ട ആളാണ് അയാൾ എന്ന് പറഞ്ഞ വാക്ക് അല്ലാമ ഇബ്നുൽ ജൗസി ഉദ്ധരിക്കുകയാണ്. 120 ആളുകൾ തന്റെ കൊട്ടാരത്തിൽ ഉണ്ടായിട്ട് എനിക്ക് ഒരാളെയും ഇപ്പൊ പിടിക്കണില്ല. ഒരു രാജകൊട്ടാരത്തിൽ വരുന്നത് കന്നുകാലികളെ കൊണ്ടുവരുന്ന പോലെയല്ല, തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. എന്നിട്ട് പോലും അയാൾക്ക് അവരെ വേണ്ട. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. ഇതിന്റെ പിന്നാലെയാ നമ്മൾ ഓടുന്നത്, ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്. അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. പടുകുഴിയിൽ ചെന്ന് ചാടിയിട്ട് മേലോട്ട് നോക്കിയിട്ട് കരഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ബോധ്യപ്പെടുത്തി തരാണ് നമ്മുടെ +2 വിദ്യാർത്ഥിനികളോട്, അവിടെ നിന്ന് അങ്ങോട്ട് പഠിക്കുന്നവരോട് പറയാൻ, വ്യഭിചാരത്തിന്റെ പിന്നാലെ പോവല്ലേ, പ്രേമബന്ധങ്ങളുടെ പിന്നാലെ പോവല്ലേ. നീ നിന്റെ മനസ്സ് പഠനത്തിൽ കേന്ദ്രീകരിക്കേ, പഠിക്കേ, ഗവേഷണം ചെയ്യേ, നിരന്തരമായ കഠിനാധ്വാനം ചെയ്ത് രാജ്യത്തിന്റെ അഭിമാനികളായ നല്ല മക്കളായി വളരിൻ. നിങ്ങളെ ശരീരം പൈശാചികതയുടെ പിന്നാലെ പോയി നശിപ്പിക്കേണ്ടവരല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധം നൽകട്ടെ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഹാബി പറയുമായിരുന്നു, ഇദാ അഅജബത് അഹദകും അൽ മർഅ. ഒരു പെണ്ണിനെ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടമാവുകയോ, വിവാഹത്തിനല്ല, ഒരു റോഡിൽ വെച്ച് കണ്ടു, എവിടെയെങ്കിലും വെച്ച് കണ്ടു, പെട്ടെന്ന് ഒരു പ്രേമമോ അവളോടൊരു അടുപ്പമോ മനസ്സിൽ തോന്നി തുടങ്ങിയാൽ, ഫൽയദ്കുർ മനാതിനഹാ, ആ പെണ്ണിന്റെ ഏറ്റവും വിസർജ്യമായ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തുകൊണ്ട് മനസ്സുകൊണ്ട് ഒരു വെറുപ്പുണ്ടാക്കിയെടുക്കുക. അതാണ് അതിന്റെ വഴി. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന വിസർജ്യങ്ങൾ, അതിനെക്കുറിച്ച് ഓർക്കുക. ഒരു പെണ്ണിനൊരു പുരുഷനെ കുറിച്ച് അങ്ങനെ തോന്നിയാൽ ആ പെണ്ണും അങ്ങനെയാണ് ഓർക്കേണ്ടത്. ഒരു പുരുഷന്റെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന വിസർജ്യങ്ങൾ ഓർക്കുക. മരണം വരെ സുഗന്ധം അടിച്ചു വീശിയ ഒരു മഹാൻ നമ്മുടെ മുൻഗാമികളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ ചരിത്രം മുമ്പ് ഞാൻ വിവരിച്ചതാണ് എവിടെയോ. ആ മഹാന്റെ വിഷയം എന്താ വെച്ചാൽ, വ്യഭിചാരത്തിന് വേണ്ടി ഒരു പെണ്ണ് തന്റെ വീട്ടിലേക്ക് അയാളെ വിളിച്ചു വരുത്തി, തന്ത്രപരമായി വിളിച്ചു വരുത്തി വാതിലടച്ച് കതകടച്ചപ്പോ വ്യഭിചാരത്തിന് പോവുകയാണെന്ന് കണ്ടപ്പോ ആ മഹാൻ അവളോട് പറഞ്ഞു, ഞാൻ ബാത്റൂം വരെ ഒന്ന് പോയിട്ട് ഇപ്പൊ വരാമെന്ന് പറഞ്ഞു. ബാത്റൂമിൽ പോകട്ടെ എന്ന്. അന്നത്തെ ബാത്റൂം ഇന്നത്തെ ഫ്ലഷ് ചെയ്ത് ഒഴിവാക്കി പോകുന്ന ബാത്റൂമുകളല്ല. വിസർജ്യങ്ങൾ അവിടെ തന്നെ കാണും. ആ ബാത്റൂമിൽ അതിന്റെ കുഴിയിലിറങ്ങിയിട്ട് ശരീരത്തിൽ ആസകലം ആ വിസർജ്യം വാരിപ്പൊത്തി ആ പെണ്ണിന്റെ മുമ്പിലേക്ക് വന്നപ്പോ അവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണുണ്ടായത്. ആ മഹാനുഭാവൻ പോയി കഴുകി വൃത്തിയായി. അവൾ തന്നോട് ഒരു സ്നേഹവും ഇല്ലാതെ, അതിനപ്പുറം വെറുപ്പുണ്ടായി, വിസർജ്യം ദേഹത്ത് പുരട്ടിയവനെ എന്നും പറഞ്ഞ് അവൾ ഇറങ്ങി ഓടി. ആ മഹാനുഭാവൻ മരിക്കുന്നവരെ ഒരു സുഗന്ധം ഉപയോഗിച്ചില്ലെങ്കിലും അയാളുടെ ശരീരത്തിൽ നിന്ന് സുഗന്ധം അടിച്ചു വീശുമായിരുന്നു. അങ്ങനെ ഒരു മഹാൻ കഴിഞ്ഞു പോയിട്ടുണ്ട്. എപ്പോഴും സുഗന്ധം, അൽ മുഅത്തർ, എപ്പോഴും സുഗന്ധമുണ്ടായിരുന്ന മഹാൻ അന്നൊരു വിസർജ്യം ദേഹത്ത് പുരട്ടിയതാണ്. എന്തിനെന്നറിയോ? ആ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ ഏതൊരാണിനെയോ പെണ്ണിനെയോ അങ്ങനെ ഒരു ഇഷ്ടം കുടുങ്ങിപ്പോയാൽ ഒരാളിൽ നിന്നുണ്ടാകുന്ന ഏറ്റവും ദുർഗന്ധമുള്ള വസ്തുക്കളെ കുറിച്ച് ഓർത്തുകൊണ്ട് അവരുടെ മനസ്സിൽ നിന്ന് മാറ്റി നിർത്തുക. ഇതാണ് അതിന് വഴിയുള്ളൂ. ആര് പറഞ്ഞു? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. നമ്മുടെ മുൻഗാമികളിൽപ്പെട്ട ഒരു ചരിത്രമുണ്ട്. ഒരു പെണ്ണിനെ ഒരു കൂട്ടം ആളുകൾ തട്ടിക്കൊണ്ടുപോകുമ്പോ, ആ സുന്ദരിയായ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോകുമ്പോ പേടി കാരണം അവൾക്ക് വിസർജ്യമുണ്ടായി, വസ്ത്രത്തിൽ വിസർജ്യമായി പോയി. അതിന്റെ പേരിൽ അവളെ ഇട്ടേച്ച് ഓടിപ്പോയിട്ടുണ്ടവരെ. വിസർജ്യം, നാറ്റം സഹിക്കാൻ പറ്റാതെ വന്നപ്പോ അല്ലാഹു രക്ഷപ്പെടുത്തുകയായിരുന്നു. വേറെ സ്വാലിഹത്തായ ഒരു മഹദിയുടെ ചരിത്രമുണ്ട്. ഇതെല്ലാം മഹാനായ ഇബ്നുൽ ഖയ്യിം എന്നവരും ഇബ്നുൽ ജൗസിയും അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട്. സയ്യിദുൽ ഖാത്തിറിൽ ഇമാം ഇബ്നുൽ ഖയ്യിം തങ്ങള്. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, ആ മഹദിയെ, സ്വാലിഹത്തായ മഹദിയെ തിന്മയിലേക്ക് ഒരാൾ വശീകരിച്ച് പറഞ്ഞു, എടോ നീ എവിടേക്കാണ് ഈ പോകുന്നത്? വിസർജ്യമുണ്ടല്ലോ, വിസർജ്യം നാറുന്ന
ഏറ്റവും മോശമായ ഗന്ധമുള്ള മനുഷ്യന്റെ വിസർജ്യമുള്ളിടത്തേക്കാണോ നീ വ്യഭിചാരവുമായി വരുന്നത്? എന്റെ ശരീരത്തിൽ നീ എവിടെയാണോ ആഗ്രഹിക്കുന്നത് അത് വിസർജ്യമാണോ? വിസർജ്യം പുറപ്പെടാൻ അല്ലാഹു വെച്ച സ്ഥലമാണത് എന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരന്റെ മനസ്സിൽ വെറുപ്പുണ്ടായതിന്റെ പേരിൽ രക്ഷപ്പെട്ട ഒരു മഹദിയുടെ ചരിത്രവും പറയുന്നുണ്ട്. എന്തെന്നറിയോ, നമ്മളൊക്കെ എത്ര അഭിമാനിച്ചാലും നമ്മളൊക്കെ ദുർഗന്ധമുള്ള ഒരു ശുക്ലത്തിന്റെ ഇന്ദ്രിയത്തുള്ളിയാണ് മനുഷ്യന്റെ ജന്മത്തിന്റെ ഉറവിടം. നമ്മൾ മനുഷ്യൻ ആണും പെണ്ണും നിന്റെ തുടക്കം എന്നത് ദുർഗന്ധമുള്ള, ആരും വാസനിക്കാൻ ഇഷ്ടപ്പെടാത്ത ശുക്ലമാണ്, നുത്ഫയാണ്, ബീജമാണ്. നീ മരിച്ചു കഴിഞ്ഞാൽ, നിന്റെ ശരീരം അഴുകിയാൽ, ലോകത്ത് ഏത് ജീവിയും ചത്തുനാറിയാലുണ്ടാകുന്ന ദുർഗന്ധത്തെക്കാളും വലുത് മനുഷ്യന്റെ ദുർഗന്ധമാണ്. അത്രയും ദുർഗന്ധമുള്ള ആളാണ് നിന്റെ ശവം. നിന്റെ തുടക്കം ദുർഗന്ധമുള്ള ഒരു സ്പേം, ദുർഗന്ധമുള്ള ശുക്ലം, അതിന്റെ ഇടയിൽ വിസർജ്യമാണ് നിന്റെ വയറ്റിൽ നീ കൊണ്ടു നടക്കുന്നത്. അതാണ് 4 നേരം വയറ്റിന്ന് പോയാൽ ഒരു മനുഷ്യൻ തളർന്നു പോകുന്നത്. വിസർജ്യം ബ്ലാഡറിൽ കൊണ്ടു നടക്കുന്ന സമയം മനുഷ്യ ജീവിതത്തിന്റെ മുഴുവൻ നേരവും അങ്ങനെയാണ്. മഹാനായ മിർസദ് റളിയല്ലാഹു അൻഹു മക്കയിലുള്ള മുസ്ലിമീങ്ങളായ അടിമകളായ ഒരുപാട് ആളുകളെ മക്കക്കാർ കെട്ടിവെച്ച് പീഡിപ്പിക്കാറുണ്ടായിരുന്നു, വേദനിപ്പിക്കാറുണ്ടായിരുന്നു, ചാട്ടവാറ് കൊണ്ടടിക്കുമായിരുന്നു. മിർസദ് എന്നവർ ചെയ്യുന്ന പണി മദീനയിൽ നിന്ന് 400ഓളം കിലോമീറ്റർ, 450 കിലോമീറ്റർ, ഇന്നത്തെ ബസ് റൂട്ട് 450 കിലോമീറ്റർ, അന്ന് അതിലും കൂടുതൽ മലയോരങ്ങളുടെ കയറിറങ്ങി വരണം. 500ഓളം കിലോമീറ്ററുകൾ നടന്നു വരും. ആഴ്ചയിലൊരിക്കൽ, 2 ആഴ്ച കഴിയുമ്പോ, ഒരു മാസത്തിലൊരിക്കലൊക്കെ നടന്നു വന്നിട്ട് മക്കയിൽ ഇങ്ങനെ തമ്പടിച്ചു കൂടും, ഒളിഞ്ഞ് പാർത്തിരിക്കും. രാത്രി എല്ലാവരും കിടന്നുറങ്ങിയാൽ ബഹുമാനപ്പെട്ട മിർസദ് എന്നവർ ഓടിച്ചെന്ന് ഈ കെട്ടിവെക്കപ്പെട്ടിട്ടുള്ള മുസ്ലിമീങ്ങളായ അടിമകളെ, പാവപ്പെട്ട ആളുകളെ കെട്ടഴിച്ചിട്ട് മദീനത്തേക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുപോകലാണ് ജോലി. അങ്ങനെ ഒരിക്കൽ മദീനത്തിൽ നിന്ന് മക്കയിലേക്ക് വന്നു. ചില ആളുകളുമായി അഗ്രിമെന്റ് ഉണ്ട് അവരെ രക്ഷപ്പെടുത്താമെന്ന്. അങ്ങനെ അന്ന് നിലാവുള്ള രാത്രിയാണ്. മക്കയിലെ വീടുകളുടെ ഇടയിലൂടെ ഇങ്ങനെ മിർസദ് എന്നവർ ഇങ്ങനെ പോകുമ്പോൾ ഒരു പെണ്ണ് പിന്നാലെ വന്ന് ചോദിച്ചു, മിർസദാണോ? ഞാൻ പറഞ്ഞു അതെ. നോക്കുമ്പോൾ അനാഖ് എന്ന് പറയുന്ന പെണ്ണാൻ. അവൾ സുന്ദരിയാണ്, പക്ഷേ അവൾ ഇയാളുടെ കാമുകിയായിരുന്നു, സുഹൃത്തായിരുന്നു ഇസ്ലാമിന്റെ മുമ്പ്. മുസ്ലിമായതിൽ പിന്നെ മിർസദ് പറഞ്ഞു, അനാഖേ, ഞാൻ അല്ലാഹുവിലേക്ക് മടങ്ങിയിട്ടുണ്ട് അനാഖ്, ഞാൻ മുസ്ലിമാണ് അനാഖ്, നമുക്കിനി പറ്റില്ല, ഇതൊന്നും ഹറാമാണിത്, ഞാൻ ശുദ്ധിയായി അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട് അനാഖേ. ഫഅമ്മാ മൻ അതാ വത്തഖാ, അല്ലാഹുവിന് വേണ്ടി ഞാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. അനാഖ് പറഞ്ഞു, മിർസദേ, ഓർമ്മയുണ്ടോ നമ്മുടെ കഴിഞ്ഞകാല സ്വപ്നങ്ങളൊക്കെ? ഓർമ്മയുണ്ടോ മിർസദേ? എനിക്ക് കൊതി തോന്നുന്നുണ്ട്. മിർസദ് പറഞ്ഞു, അനാഖ് എന്നോടൊന്നും പറയല്ലേ, ഞാൻ അത്തരക്കാരനല്ല, ഞാൻ ഇന്ന് മുസ്ലിമാണ്. ഇത് പറയാനുള്ള ധൈര്യം നമ്മുടെ ചെറുപ്പക്കാർക്ക് വേണമെന്ന് ഞാൻ സാന്ദർഭികമായിട്ട് പറയട്ടെ. നമ്മുടെ മുസ്ലിമീങ്ങളായ ചെറുപ്പക്കാർ വ്യഭിചാരത്തിലേക്കോ തിന്മയിലേക്കോ വഴിച്ചിരക്കപ്പെടുമ്പോ ഞാൻ മുസ്ലിമാണ്, ഇത് പറയാനുള്ള ധൈര്യമുണ്ട്, ഇത് പറയാനുള്ള ചങ്കൂറ്റമുണ്ട്. അങ്ങനത്തെ എത്ര പേർ? ഞാൻ മുസ്ലിമാണ് അനാഖേ, നമുക്കിത് പറ്റില്ല. അനാഖ് വിട്ടില്ല. അവള് പറഞ്ഞു, മിർസദേ, ഞാൻ വിളിക്കുന്ന അവൾ പറഞ്ഞതാ, ഇന്നത്തെ രാത്രി എന്റെ വീട്ടിൽ കടന്നുറങ്ങാം. പച്ചയായ വ്യഭിചാരത്തിലേക്ക് വിളിക്കുമ്പോ മിർസദ് എന്ന സുഹാബി പറഞ്ഞു ഈ അനാഖിനോട്, അനാഖേ, അല്ലാഹു വ്യഭിചാരം ഹറാമാക്കിയിട്ടുണ്ട്. അനാഖ്, അല്ലാഹു വ്യഭിചാരം ഹറാമാക്കിയിട്ടുണ്ട്. അവൾ പറഞ്ഞു, മിർസദേ, ഞാൻ വിളിക്കുന്നിടത്തേക്ക് നിങ്ങൾ വന്നില്ലെങ്കിൽ മക്കക്കാരായ മുഴുവൻ ആളുകളോടും ഞാൻ ഉറക്കെ നിലവിളിച്ചു പറയും, ഇവിടുത്തെ അടിമകളെ കെട്ടഴിച്ചു കൊണ്ടുപോകാൻ വന്ന് നിങ്ങളെ ഞാൻ പിടികൊടുക്കും, നിങ്ങൾ അവർ പിടിക്കും, ശിക്ഷിക്കും. മിർസദ് എന്നവർ പറഞ്ഞു, ആയിക്കോട്ടെ, അതിനേക്കാളൊക്കെ നന്മ, അതിനേക്കാളൊക്കെ പ്രതിഫലം എനിക്ക് അല്ലാഹു തരുമല്ലോ. അനാഖ് അല്ലാഹുവിന് വേണ്ടി കൊടുക്കുകയും മരിച്ചുപോയി ഖബറിൽ ചെന്ന് കിടക്കുമ്പോൾ മുതൽ നാളെ പരലോകത്തെത്തിയിട്ടും അവിടെ നിന്ന് അങ്ങോട്ടും അല്ലാഹു പ്രതിഫലം തരുമെന്ന് വിശ്വസിക്കുന്ന മഹാനായ മിർസദ് റളിയല്ലാഹു അൻഹു.
ഇവളങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. രാത്രി അങ്ങ് നിലവിളിച്ചു പറഞ്ഞു, ഇതാ മിർസദ് വന്നിരിക്കുന്നു, നിങ്ങളുടെ അടിമകളുടെ കെട്ടഴിക്കാൻ മിർസദ് വന്നിട്ടുണ്ട്. ആളുകളൊക്കെ പരിന്നിറങ്ങി മിർസദിന്റെ പിന്നാലെ ഓടി. മിർസദ് എന്ന് പറയാൻ ഞാൻ ഓടി 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 ഒരു മല കണ്ടു, ഞാൻ അതിൽ കയറി ഒരു ഗുഹ കണ്ടു, അതിന്റെ ഉള്ളിൽ പോയി ഞാൻ ഒളിച്ചു. നിലാവിളിച്ചുണ്ട് രാത്രി. അവരുടെ കണ്ണിന് അല്ലാഹു മൂടി വെച്ചു, എന്നെ കണ്ടില്ല. പക്ഷെ ഞാൻ ആ ഗുഹയിൽ കയറുന്നത് അവർ കണ്ടിട്ടുണ്ട്. അവര് 5-8 പേർ ചെന്ന് എന്റെ തലയിലേക്ക് മൂത്രമൊഴിച്ചു. അവർക്കറിയാം അതിന്റെ ഉള്ളിലുണ്ട്, പക്ഷെ കാണാൻ പറ്റുന്നില്ല. അല്ലാഹു കണ്ണിനെ മറ കൊടുത്തു. കുറച്ചേരം ഇരുന്നു, സഹിച്ചു, ഒന്ന് വൃത്തിയാക്കി, കുറച്ച് വെള്ളം കിട്ടി ഒന്ന് ക്ലീൻ ആക്കിയിട്ട് താഴേക്ക് ചെന്ന് താൻ വാക്ക് കൊടുത്തിരുന്ന ആ ചെറുപ്പക്കാരെ സുബഹിയാകുന്നതിന് മുമ്പേ കെട്ടഴിച്ച് രക്ഷപ്പെടുത്തി മദീനത്തേക്ക് പോവുകയാണ്. പക്ഷെ പോണ പോക്കില് മിർസദ് എന്നവരുടെ മനസ്സിനുള്ളിൽ ഇങ്ങനെ ഒരു ചിന്ത ഇങ്ങനെ വരുന്നുണ്ട്. പഴയ കണ്ട് പരിചയമുള്ള ആളല്ലേ, പഴയ സുഹൃത്തല്ലേ, അങ്ങനെ ഉണ്ടാവും. കല്യാണം കഴിഞ്ഞപ്പോൾ പഴയ ലവ് സ്റ്റോറിയും സ്നേഹകഥകളൊക്കെ പറയുന്നവർ പൊന്നു സഹോദരന്മാരൊന്നും പറയാൻ പാടില്ല, ദയവ് ചെയ്തിട്ട്. ചിലർ പറയും, അങ്ങനല്ലേ, നിനക്ക് വല്ല ബന്ധം ഉണ്ടായിരുന്നോ സ്കൂളിൽ പഠിക്കുമ്പോൾ, കോളേജ് പഠിക്കുമ്പോൾ? എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അവളൊന്ന് പറയട്ടെ എന്ന് വിചാരിച്ചപ്പോൾ അവള് പറയും, പിന്നെ അത് വലാക്കിലേക്ക് എത്തും. എന്തിന്? നിങ്ങളും അള്ളാഹു തമ്മിൽ ആ വിഷയം പരിഹരിക്കും. തൗബ ചെയ്ത് മടങ്ങി. കഴിഞ്ഞ ഫ്ലാഷ് ബാക്ക് ഒന്നും ഹറാമിന്റെ ഫ്ലാഷ് ബാക്കുകൾ തുറക്കല്ലേ, അതൊന്നും വേണ്ട. അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കൂടി. പഴയ കാര്യങ്ങളൊക്കെ മറന്നേക്കിൻ. അവനവന്റെ ഭർത്താവിന്റെ കൂടെ, അവനവന്റെ ഭാര്യയുടെ കൂടെ അന്തസ്സിൽ ഹലാലായ ജീവിതം ജീവിക്കിൻ. പഴയ ഹറാമിലേക്ക് ചിന്തിക്കല്ലേ. പക്ഷേ മിർസദ് എന്ന സ്വഹാബിക്ക് മനസ്സിൽ ഇങ്ങനെ വരാൻ തുടങ്ങി. മുസ്ലിമായിട്ട് വന്നിട്ടേ ഉള്ളൂ, അടുത്ത് വന്നിട്ടുള്ളൂ ഇസ്ലാമിലേക്ക്. അവളെ ഇയാൾക്ക് ഇഷ്ടമാണ്, പക്ഷേ അള്ളാഹു ഹറാമാക്കിയല്ലോ, അതുകൊണ്ട് എനിക്ക് വേണ്ട. അങ്ങനെ പോവാണ്. മദീനയിലേക്ക് എത്തിയപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, മദീനയിൽ നിന്ന് മക്ക വരെ പോയി യാത്ര ചെയ്തു വന്ന എന്റെ മനസ്സിന്റെ ഉള്ളിൽ അനാക്കിനെ കുറിച്ചുള്ള ഓർമ്മകളുണ്ട് നബിയേ. അനാക്ക് ഞാൻ സ്നേഹിച്ചിരുന്ന മോളായിരുന്നു, പെണ്ണായിരുന്നു നബിയേ. അനാക്കിനെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ? അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ മിണ്ടാതിരുന്നു. ഇങ്ങനെ വരുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സാനിയതു ലാ യൻകിഹുഹാ ഇല്ലാ സാനിൻ ഔ മുശ്രിക്. الزاني لا ينكح إلا زانية أو مشركة والزانية لا ينكحها إلا زان أو مشرك وحرم ذلك على المؤمنين. വ്യഭിചരിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് വ്യഭിചാരം ഇഷ്ടപ്പെടുന്ന പുരുഷനാണ്. വ്യഭിചരിക്കുന്ന പുരുഷനെ കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് വ്യഭിചാരം ഇഷ്ടപ്പെടുന്ന പെണ്ണാണ്. സത്യവിശ്വാസികൾക്കത് പാടില്ല എന്ന പരിശുദ്ധമായ സൂറത്തുൻ നൂറിന്റെ ആയത്തുകൾ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഓതിക്കൊടുത്തപ്പോൾ മിർസദ് റളിയല്ലാഹു അൻഹു തല താഴ്ത്തിയിട്ട് പറഞ്ഞു, നബിയേ, റളീതു ബില്ലാഹി റബ്ബാ, അല്ലാഹുവിനെ ഞാൻ അംഗീകരിച്ചു നബിയേ. അനാക്കിനെ ഞാൻ വിട്ടുകളയുകയാണ് നബിയേ. എനിക്കവള് വേണ്ട, അവൾ എനിക്ക് യോജിക്കില്ലെന്നല്ലേ അല്ലാഹു തആല പറയുന്നത്. ഔ മുശ്രിക്, അവൾ മുശ്രിക്കത്താണ്, മുസ്ലിം പോലുമല്ലല്ലോ, അവൾ മുസ്ലിമത്തായിട്ടില്ലല്ലോ. മുസ്ലിം ആവുകയാണെങ്കിൽ, തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ പറ്റുമായിരുന്നു. അവൾ മുസ്ലിമല്ല, അവൾ ഇപ്പോൾ വ്യഭിചാരിണിയാണ്. അങ്ങനത്തെ പെണ്ണിനെ മുസ്ലിമായ ചെറുപ്പക്കാരന് പറ്റുകയില്ലെന്നും. വ്യഭിചാരം ചെയ്യുന്ന ചെറുപ്പക്കാരൻ മുസ്ലിമായിരിക്കെ തന്നെ, നേരത്തെ പറഞ്ഞ ആ കനേഡിയൻ ചെറുപ്പക്കാരന്റെ കഥ പറഞ്ഞ പോലെ മുസ്ലിം പേരാൻ സർവ്വതോന്നിവാസവും കയ്യിൽ കൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാർ, അല്ലെങ്കിൽ മുസ്ലിം പോലും അല്ലാത്ത ചെറുപ്പക്കാരെ, ഒരു മുസ്ലിമത്തായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന, നാളെ മരിച്ചു പോകണമെന്ന് ചിന്തിക്കുന്ന ഒരു പെൺകുട്ടിക്ക് കല്യാണം കഴിക്കാനും പാടില്ലല്ലോ. ഇത് മുഅ്മിനീങ്ങൾക്ക് ഹറാമാണെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂറിന്റെ ആദ്യായത്തുകളിലൂടെ പറയുമ്പോൾ മിർസദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക്, റളീതു ബില്ലാഹി റബ്ബാ, ഞാൻ പൊരുത്തപ്പെട്ടു നബിയേ, അള്ളാഹുവിന്റെ തീരുമാനം എനിക്ക് ഇഷ്ടമാണ്. അനാക്കിനെ ഞാൻ വിട്ടുകളയുന്നു. അനാക്കിനോടുള്ള ചിന്തകൾ എന്റെ മനസ്സിൽ നിന്ന് ഞാൻ എടുത്തു കളയുകയാണ്. എന്തിന്? വസദ്ദഖ ബിൽ ഹുസ്നാ, ആരാരും അറിയാതെ മക്കയിൽ പോയ നേരത്ത് രാത്രിയുടെ മറവിൽ ഈ പെണ്ണ് ഹറാമിലേക്ക് വിളിക്കുമ്പോൾ ഒരു വ്യഭിചാരമോ തോന്നിവാസമോ ചെയ്യാൻ കഴിയുമായിരിക്കെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പിന്മാറിയ ചെറുപ്പക്കാരനാണ് മിർസദ് ഇബ്നു അബീ മിർസദ് റളിയല്ലാഹു തആല അൻഹു.
ഫസനുയസ്സിറുഹു ലിൽയുസ്റാ, നാളെ നടന്നെടുക്കുന്നത് സ്വർഗത്തിലേക്കാണ്. മറ്റൊരു ചെറുപ്പക്കാരുണ്ട്, ചരിത്രത്തിന്റെ മറുവശം. ഇന്ന സഅയകും ലശത്താ, നിങ്ങളുടെ കർമ്മങ്ങൾ വിഭിന്നമാണല്ലോ, നിങ്ങളുടെ കർമ്മങ്ങൾ വിഭിന്നമാണ്. മഹാനായ അല്ലാമ അബുൽ ഫറജ് ഇബ്നുൽ ജൗസി തങ്ങൾ അവരുടെ കിതാബിൽ ദമ്മുൽ ഹവായിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവമുണ്ട്. മുസ്ലിമീങ്ങൾ റോം കീഴടക്കാൻ വേണ്ടി പോയ സമയം, റോമക്കാരോടുള്ള യുദ്ധത്തിന് വേണ്ടി പോയ സമയത്ത് ഇബ്നു അബ്ദുറഹീം, അവരുടെ പേരേതാ, ഇബ്നു അബ്ദുറഹീം, അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുറഹീം എന്ന പേരുള്ള ചെറുപ്പക്കാരൻ മുസ്ലിമീങ്ങളോട് കൂടെ യുദ്ധത്തിനുണ്ടെന്ന്. ഖലീഫമാർ ഭരിക്കുന്ന കാലത്താണത്, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലശേഷമാണത്. ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ യുദ്ധത്തിന് പോയി. ഫഹാശറൂ ഹുസൂനഹും അയ്യാമൻ, ഒരുപാട് ദിവസങ്ങളോളം റോമക്കാരുടെ കോട്ടകൾക്ക് കാവൽ നിന്ന മുസ്ലിമീങ്ങൾ അവിടെ സീജ് ചെയ്തു, അവരെ തളച്ചുകെട്ടി ദിവസങ്ങളോളം. ചെറുപ്പക്കാരാണ് സംഘത്തിലുള്ളത്. ഒരു പെണ്ണ് ഇംറഅത്തുൻ ഹസനാ, സൗന്ദര്യമുള്ളൊരു പെണ്ണ്, മിൻ ശുർഫതിഹാ, ആ കോട്ടയുടെ മേലയിലെ കിളിവാതിലിലൂടെ പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ റോമക്കാർ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻസ്, ഇന്നത്തെ യൂറോപ്യൻസ്, അതിനാണ് റോമക്കാർ എന്ന് പറയാം. സൂറത്തുർ റൂമില്ലേ ഖുർആനിൽ, സൂറത്തുർ റൂം ചാപ്റ്റർ റോം, ചിലരൊക്കെ യൂറോപ്പ് എന്നാണ് എഴുതുക ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ. അന്നത്തെ റോമക്കാർ അത് ഇന്നത്തെ ഒറിജിനൽ യൂറോപ്യൻസ് ആണ്. പക്ഷെ അന്ന് അവർ ഭരിച്ചിരുന്നത് സിറിയ അടക്കമുള്ള തുർക്കിയിലേക്കുള്ള ആ ഭാഗങ്ങൾ മുഴുവനും കടന്നു കയറുന്ന ആ പ്രദേശം, നോർത്ത് അറേബ്യയുടെ നോർത്ത് വെസ്റ്റ്. നല്ല സൗന്ദര്യമുള്ളൊരു പെണ്ണ്. അവളിങ്ങനെ എത്തി നോക്കുമ്പോ മുസ്ലിം സൈന്യാധിപന്മാരിൽ പട്ടാളക്കാരിൽപ്പെട്ട ഒരു പട്ടാളക്കാരനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ദുറഹീം. ഇബ്നു അബ്ദുറഹീം ആ പെണ്ണിനെ കണ്ടപാടെ ഇയാൾക്ക് അസുഖം വരാൻ തുടങ്ങി. കൈഫ സബീലു ഇലൈക്, നിന്നെ കാണാൻ എന്താണ് വഴിയെന്ന് ചോദിച്ചു. പിന്നെ വാട്സപ്പ് ഒന്നും ഇല്ലല്ലോ, മെസ്സേജും ടെക്സ്റ്റിങ്ങും ബ്ലൂടൂത്ത് ഒന്നുമില്ല, നേരെ ചോദിക്കുക. കൈഫ സബീലു ഇലൈക്, നിന്നെ എങ്ങനെ പ്രാപിക്കാൻ പറ്റും? അവള് പറഞ്ഞു, തനസ്വർ, ക്രിസ്ത്യാനിയായിക്കോ, ഞാൻ ക്രിസ്ത്യാനി പെണ്ണാണ്, ക്രിസ്ത്യാനിയായാൽ നിന്നെ സ്വീകരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ റബ്ബത്ത് വെട്ടിവെച്ച് ഇസ്ലാമിന്റെ കെട്ടുകൾ അഴിക്കുകയും കുരിശ് ധരിക്കുകയും ചെയ്തിട്ട് റോമക്കാരുടെ കോട്ടയിലേക്ക് ചെന്നപ്പോ അവർ സ്വീകരിച്ചു. മുസ്ലിമീങ്ങൾ വളഞ്ഞ കോട്ടയാണത്. അവളുടെ വീട്ടിലേക്ക് എത്തി, അവള് സ്വീകരിച്ചു, അവളെ കല്യാണം കഴിച്ചു. ഒരു പെണ്ണിന് വേണ്ടി ഇസ്ലാം കഴുത്തിൽ നിന്ന് ഊരിയെറിഞ്ഞ ഇബ്നു അബ്ദുറഹീം അയാൾ ക്രിസ്ത്യാനിയായി മാറിയെന്ന് മാത്രമല്ല, അവരുടെ പക്ഷം ചേർന്ന് മുസ്ലിമീങ്ങൾക്കെതിരായി പ്രവർത്തിച്ചു. ആഴ്ചകളോളം ക്യാമ്പ് ചെയ്തിട്ട് അവർ തിരിച്ചു പോന്നു മുസ്ലിം സൈന്യം. മുസ്ലിമീങ്ങൾ വളരെ വേദനിച്ചു പോയി. നമ്മുടെ കൂടെയുണ്ടായിരുന്ന ഇബ്നു അബ്ദുറഹീം ഒരു പെണ്ണിന്റെ സൗന്ദര്യം കണ്ടിട്ട് നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകം നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ. ഒരു പെണ്ണിന്റെ സൗന്ദര്യം കണ്ടിട്ട് യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് അല്ലാഹുവിനെ വഴിപ്പെടുകയും ആ അല്ലാഹുവിന്റെ വഴിപ്പെടൽ ഇഷ്ടമായി സ്വീകരിക്കുകയും ചെയ്ത യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലാഹുവിൽ ആശ്വാസം പൂണ്ടു കഴിയുന്ന ആത്മാവേ, എന്നിലേക്ക് തിരിച്ചു പോര് എന്ന് അല്ലാഹു മരണസമയത്ത് മുഅ്മിനീങ്ങളോട് പറയുന്ന ഈ വാക്ക് ഇനി ഒരിക്കലും ഇബ്നു അബ്ദുറഹീമിനോട് പറയപ്പെടാൻ പോകുന്നില്ല. സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നിന്ന് മാറിപ്പോയിരിക്കുകയാണ്. തനസ്വറ, ക്രിസ്ത്യാനിയാണ്, സ്വലീബ് ധരിച്ചിട്ടുണ്ട്, കുരിശ് ധരിച്ചിട്ടുണ്ട്. ഇനി മുതൽ അല്ലാഹുവിന്റെ ദീനിന്റെ ശത്രുവാണ്. കാരണം എന്തേ? ഒരു പെണ്ണ്. ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞ് മുസ്ലിമീങ്ങൾ ആ വഴിക്ക് ഇങ്ങനെ പോകുമ്പോ, അന്ന് ആ കോട്ട അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ വഴിക്ക് ഇങ്ങനെ പോകുമ്പോ അവർ ചോദിച്ചു അവരോട്, അല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അന്നൊരാൾ നിങ്ങളിലേക്ക് കൂടിച്ചേർന്ന് ക്രിസ്ത്യാനിയായി മാറിയ ഒരു ഇബ്നു അബ്ദുറഹീം ഇപ്പോൾ ഇവിടെയുണ്ടോ? അവർ പറഞ്ഞുണ്ട്. എന്താണ് അയാളുടെ അവസ്ഥ? അയാൾ ആ പെണ്ണിനെ കല്യാണം കഴിച്ച് ജീവിക്കുന്നുണ്ട് ഇവിടെ. അയാളൊന്ന് കാണാൻ കിട്ടുമോ എന്ന് ചോദിച്ചു. പഴയ സുഹൃത്തുക്കൾ കണ്ടോ, കുറേ കാലം നല്ല പയ്യനായി നടന്ന കുട്ടിയൊക്കെ പെട്ടെന്ന് ഒന്ന് ബോംബെ പോയതാ, ഒന്ന് ദുബൈയിലെത്തി, ഒന്ന് ഖത്തറിലെത്തി, ബഹ്റൈനിലെത്തി, അവിടെ കണ്ടുകൂടിയും തോന്നിയ ദിവസം തുടങ്ങി. നല്ല പയ്യനായിരുന്നു, നഷ്ടപ്പെട്ടു പോയി പറയില്ലേ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്ര നല്ല മക്കളുണ്ട്.
നല്ല അച്ചടക്കമുള്ള മദ്രസയിൽ 5ലും 10ലും റാങ്കും അതിൻ്റെ അപ്പുറം വാങ്ങി നല്ല അന്തസ്സിൽ ജീവിച്ചിരുന്ന മുസ്ലിം കുടുംബത്തിലെ കുട്ടികൾ കണ്ട ഹിന്ദുവിൻ്റെ കൂടെയും ക്രിസ്ത്യാനിൻ്റെ കൂടെയും തോന്നിവാസം ചെയ്യുന്നവരുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന എത്ര മക്കളുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു ബോധമില്ലാത്തതുകൊണ്ട് പിശാച് തലയിൽ കയറാണ്. അറിയുന്നില്ല ഞാൻ എന്തായി ചെയ്യുന്നത്. തലയിൽ കയറിയിട്ട് കണ്ണ് ടോട്ടലി ബ്ലൈൻഡഡ്. അറിയുന്നില്ല ഞാൻ എന്താണ്, കാണുന്നില്ലല്ലോ, ഹക്ക് കാണുന്നില്ല, പിശാചല്ലാതെ മറ്റൊന്നും കൺമുമ്പിലില്ല. ചെയ്തു കൂട്ടുകയാണ്. അള്ളാഹുണ്ടെന്നോ റസൂലുണ്ടെന്നോ ദീനുണ്ടെന്നോ ഖുർആനുണ്ടെന്നോ എനിക്ക് മരിക്കണമെന്നോ എന്നെ കഫംപുടയിൽ പൊതിഞ്ഞു കൊണ്ടുപോയി മണ്ണിൽ കൊണ്ടുപോയി കടത്തുന്നു, ഇതൊന്നും ഓർമ്മയില്ല. ശരീരത്തിന്റെ ഒരൽപ്പനേരത്തെ ആനന്ദം ഇതിനു വേണ്ടി മാത്രം. ആ ശരീരത്തിന്റെ ഉള്ളിലെങ്ങാനും അള്ളാഹു മാരകമായ രോഗത്തിന്റെ എന്തെങ്കിലും ഒരംശം, ഒരു ക്യാൻസറിന്റെ എന്തെങ്കിലും സിംറ്റം ശരീരത്തിന്റെ ഉള്ളിലേക്ക് അള്ളാഹു കടത്തിവിട്ടാൽ കഴിഞ്ഞില്ലേ ഈ ആനന്ദത്തിന്റെ രസങ്ങളൊക്കെ, കഴിഞ്ഞില്ലേ സന്തോഷം, കഴിഞ്ഞില്ലേ ആനന്ദം, പിന്നെ എന്തിനാ ഞാൻ ഇതൊക്കെ ചെയ്തത് എന്ന് മനുഷ്യൻ തിരിച്ചു ചിന്തിക്കുന്ന ഒരു സമയം. വലാ തഹീന മനാസ്, അപ്പോഴേക്കും സമയം കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് ആലോചിച്ച് ജീവിക്കും മുഅ്മിനെ. കുട്ടിക്കളി കളിക്കാൻ വന്ന ലോകമല്ല ഇത്. ഇത് അള്ളാഹു സീരിയസ് ആയി പറഞ്ഞയച്ച ലോകമാണ്. ഇവിടെ ജീവിക്കാനുള്ള നിയമം അള്ളാഹുവിന്റെ സംവിധാനങ്ങളിലുണ്ട്. അത് പാലിച്ചേ ഇവിടെ ജീവിക്കാൻ പറ്റൂ. അതാണ് വിശുദ്ധ ഖുർആൻ, അതാണ് വിശുദ്ധ ഇസ്ലാം. ഇത് ലോകത്തിന് പഠിപ്പിക്കേണ്ടവരാ നമ്മൾ. നമ്മുടെ അയൽപക്കക്കാരായ ഹിന്ദുക്കൾ, നമ്മുടെ അയൽപക്കക്കാരായ ക്രിസ്ത്യാനികൾ, അവർക്ക് മുസ്ലിമിന്റെ ജീവിതം കണ്ടു പഠിക്കണം. അവർക്ക് ഖുർആൻ അറിയണം. ഒരു ഭാഗമെങ്കിലും അവർക്ക് കേൾപ്പിച്ചു കൊടുക്കണം. നമുക്ക് സമയം കിട്ടാറുണ്ടോ? നമ്മുടെ തമ്മിൽ തല്ലും, നമ്മുടെ ദേശവും, നമ്മുടെ വാഗ്വാദങ്ങളും സംവാദങ്ങളും നമ്മുടെ ഒച്ചപ്പാടുകളും കഴിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ഒരു മനുഷ്യനെ ക്ഷണിക്കാൻ നമുക്ക് സമയമുണ്ടോ? ഫിത്നയും ഫസാദിനെ സംബന്ധിച്ച് ചിന്തിക്കുന്ന നേരം ഒരൽപ്പം ദഅവത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഇബ്നു അബ്ദുർ റഹീം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് മുസ്ലിമീങ്ങൾക്ക്. അവർ ചോദിച്ചു, അയാളൊന്ന് കാണാൻ കിട്ടുമോ? അവരെ വിളിച്ചു വരുത്തി. അതേ കിളിവാതിലിലൂടെ അബ്ദുർ റഹീം ഇങ്ങനെ നോക്കുമ്പോ തന്റെ പഴയ കൂട്ടുകാർ ചോദിച്ചു, ഇബ്നു അബ്ദുർ റഹീം മാ ഫഅല സ്വലാതുക വ ഖുർആനുക. ഇബ്നു അബ്ദുർ റഹീം, നിന്റെ നിസ്കാരം എന്ത് ചെയ്തു നിനക്ക്? വമാ ഫഅല സ്വലാതുക വ ഖുർആനുക. ഖുർആനൊക്കെ അല്പാൽപമൊക്കെ മനപ്പാഠമുണ്ടായിരുന്ന ഇബ്നു അബ്ദുർ റഹീം, ആ ഖുർആനൊക്കെ എവിടെ പോയി? ഇബ്നു അബ്ദുർ റഹീം, എന്ത് പറ്റിപ്പോയി നിനക്ക്? ഇങ്ങനെ നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? ഒരു പെണ്ണിന്റെ കൂടെ നടന്ന് ഇസ്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞുവല്ലോ ഇബ്നു അബ്ദുർ റഹീം. നിനക്ക് വയസ്സാകും, അവൾക്കും വയസ്സാകും, യൗവനം തീരും, സൗന്ദര്യം അവസാനിക്കും, എന്നിട്ട് തിരിച്ചു നോക്കുമ്പോഴേക്കും സമയം കഴിഞ്ഞിരിക്കും. ഇബ്നു അബ്ദുർ റഹീം, എന്തു പറ്റിയടോ നിനക്ക്? നീ ഇതൊക്കെ ചെയ്യുമായിരുന്നുവെന്ന് ഞങ്ങൾ ചിന്തിച്ചു പോലുമില്ലല്ലോ എന്ന് ഇബ്നു അബ്ദുർ റഹീമിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഉൻസീതു മിൻഹാ, എല്ലാം മറന്നുപോയിട്ടുണ്ട്. ഖുർആനിൽ നിന്ന് ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഒരായത്തൊഴികെ ബാക്കിയൊക്കെ ഞാൻ മറന്നുപോയി. എന്താന്ന് ചോദിച്ചു. അയാൾ ഓതി കൊടുത്തു ഒറ്റായത്ത്. ഇത് ഖുർആന്റെ ഒരു അത്ഭുതം കൂടിയാണ്. എല്ലാം മറപ്പിച്ചു അല്ലാഹു, ഇത് മാത്രം ബാക്കി നിർത്തിയ ഹൃദയത്തിൽ. എന്താണെന്നറിയോ? റുബമാ യവദ്ദുല്ലദീന കഫറു ലൗ കാനൂ മുസ്ലിമീൻ. ربما يود الذين كفروا لو كانوا مسلمين. അവിശ്വാസികൾ നാളെ ചിന്തിച്ചു പോകും, ഞാനൊന്ന് മുസ്ലിമായിരുന്നെങ്കിലെന്ന്. ربما يود الذين كفروا لو كانوا مسلمين. ഞങ്ങളൊന്ന് മുസ്ലിമായിരുന്നെങ്കിലെന്ന് അവിശ്വാസികൾ, അമുസ്ലിമീങ്ങൾ കൊതിക്കുന്ന ഒരു നാൾ വരാനുണ്ട്. ആ ആശയമുള്ള ആയത്തല്ലാതെ മറ്റെല്ലാം അല്ലാഹു ഹൃദയത്തിൽ നിന്ന് മറപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്.